മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ച് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് മഹല്ല് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു നിലക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലും കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലും മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളക്കാരുടെ ഏറ്റവും വലിയ ഒരു പുരോഗതിയുടെ അടിസ്ഥാനവും ഇതാണ്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ച കാലഘട്ടം മുതൽ രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്നതാണ്. അത് മാലിക് ബിൻ ദീനാറിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ട്. രണ്ടാമത്തേത് മദ്രസകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്ത് ജീവിച്ചു പോരുന്നതാണ്. അത് 920-കൾക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നതും. സമസ്തക്ക് കീഴിൽ ധാരാളം പദ്ധതികളും പരിപാടികളുമുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സുന്നി യുവജന സംഘം എന്ന SYS അതും പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന SKSSF അതിലേറെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സുന്നി ബാലവേദി എന്ന ഒരു സംവിധാനവും നമുക്കുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ അഖിലേന്ത്യാ തലത്തിൽ ഉണ്ട്, പക്ഷെ അത് കേരളവുമായി ചേർന്നുകൊണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ വലിയ വലിയ സംവിധാനങ്ങൾ ഒരുക്കി ഒന്നും കൂടി വലുതായി ചിന്തിക്കുക എന്നുള്ള നിലയിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് അത് പത്രത്തിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇന്നത് നൽകാൻ കാരണം നാളെ വെള്ളിയാഴ്ച സമസ്തയുടെ കൈത്താങ് പദ്ധതി എന്ന ഒരു പദ്ധതി എല്ലാ വർഷവും ഒരു വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ അതിനെക്കുറിച്ച് ആളുകളോട് പറയുകയും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന വാങ്ങുകയും ചെയ്യാറുണ്ട്. അത് നാളെയാണ്. അതുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിലുള്ള സമസ്തയുടെ പദ്ധതികളെ ഇന്ന് പത്രങ്ങളിൽ പ്രാധാന്യത്തോടുകൂടെ കൊടുക്കാനുണ്ടായ കാരണം. ഇതിൻ്റെ എല്ലാം കീഴിൽ മഹല്ലത്തുകളിൽ ഇതിൻ്റെ പരിപാടികൾ എല്ലാം വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഉത്ബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. 2 ആഴ്ച മുമ്പ്, 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു രാത്രിയിൽ താനൂർ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രദേശത്ത് രക്ഷിതാക്കളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയി. പെണ്ണുങ്ങളാരോ വർത്താനം പറയുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞാൽ കുഴപ്പമില്ല, വലിയവർ പറയാൻ പാടില്ല. കുട്ടികൾക്ക് ചെറിയ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്, അത് വലിയവർക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കണില്ല എന്ന്. പക്ഷേ സംഗതി ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങളെന്താ അവിടെ കാട്ടണതെന്നൊക്കെ. അതിപ്പോൾ ഇങ്ങനെ നോക്കിയാലും കാണും എന്താ ഇപ്പം നിങ്ങൾ കാട്ടണത്. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ താനൂരിൽ ഒരു പരിപാടിയിൽ പോയി പടുത്ത് രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗാണ്. അതിൽ താനൂർ DYSP മൂസ സാഹിബ് എന്ന് പറയുന്ന ആൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആ മഹലിൽ താമസക്കാരനാണ്, ഓലപ്പീടിക എന്ന് പറയുന്ന മഹലിൽ. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ട് കുറേ കാര്യം പറഞ്ഞു, 2 എനിക്ക് വല്ലാതെ മനസ്സ് പിടിച്ചു. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പോലീസുകാരെ 2ാം കട പൗരന്മാരായി കാണരുത്, 1ാം തരക്കാരായിട്ട് കാണണം. ആൾക്കാർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല, അങ്ങനെ ഒരിക്കലും ആകരുത്. ഞങ്ങളൊരു നിയമം ഉണ്ടാക്കണില്ല, നിങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങളെ നടപ്പിൽ വരുത്തുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ ഒരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കും തോന്നി. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഒരു നിയമം വന്നാൽ ഈ നിയമത്തെ എങ്ങനെ അംഗീകരിക്കാം എന്ന് ശ്രമിക്കുമ്പോൾ, ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകത ഒരു നിയമം വന്നാൽ ആ നിയമത്തെ എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കുമെന്നതാണ്. അത് ഗവൺമെൻറ് നിയമം മാത്രമല്ല, പള്ളിക്കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വരെ എങ്ങനെ ലംഘിക്കാം എന്നാണ് നമ്മൾ നോക്കുക. ഗവൺമെൻറ്റിന് മാത്രമല്ല, അത് ഏതായാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു നിയമം വന്നാൽ ഈ നിയമം എങ്ങനെ പാലിക്കാം എന്ന് ശ്രമിക്കും. മുമ്പ് നമ്മളെ നാട്ടിൽ റേഷൻ പീടിയിൽ മണ്ണെണ്ണ കരിഞ്ചന്തക്ക് വിൽക്കുമായിരുന്നു. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് മണ്ണെണ്ണക്ക് നീല കളർ കൊണ്ടുവന്നു. റേഷൻ പീടിയിലെ മണ്ണെണ്ണക്ക് നീല കളറാണ്. ആ മണ്ണെണ്ണ ഇറക്കാൻ വേണ്ടി വരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ എടുത്ത് അതിൽ ഒറ്റിക്കാൻ ഒരു മരുന്നുണ്ടാവും, അത് ഒറ്റിച്ചാൽ നീല കളർ പോകും. ഒരു നിയമം വന്നാൽ ലോകത്തെ എല്ലായിടത്തുള്ള മനുഷ്യന്മാരും ആ നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുമെങ്കിൽ ഇന്ത്യക്കാർ നമുക്കതെങ്ങനെ ലംഘിക്കാം എന്ന് നോക്കും. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാർ മദീനക്കാരാണെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണത്രേ. മദീനക്കാരെ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണ് എന്നാണ് പറഞ്ഞത്. ഒമാൻകാർ. ഒമാനിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ റോഡ് മുറിച്ചടക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ വണ്ടി കൊണ്ട് വരുന്ന ആൾ എത്ര സ്പീഡിലാണെങ്കിലും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാട്ടും, പൊയ്ക്കോളി അറിയും. അങ്ങനെ നമ്മൾ അക്കരമക്ക് പോയതിൻ്റെ ശേഷം വണ്ടി എടുത്ത് പോവുള്ളൂ. ഒരാൾ അങ്ങനെ നിർത്താതെ പോകുന്നുണ്ടെങ്കിൽ അയാൾ മലയാളിക്കാരെന്നാണ്. ഒമാനി അങ്ങനെ ചെയ്യൂല എന്നാണ്. അപ്പോൾ അതാണ് നമ്മളൊരു സ്വഭാവം. ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ലംഘിക്കാം എന്നതാണ് നമ്മുടെ നോട്ടം. ബാക്കി ലോകത്തെ എല്ലാ മനുഷ്യന്മാരും നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുന്നവരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ നിയമത്തെ കൃത്യമായി പാലിക്കണം. നമ്മൾ വണ്ടിയേറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ ഉണ്ടാവണം, അതിൻ്റെ ഇൻഷുറിൻ്റെ കടലാസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ടാക്സ് അടച്ചിരിക്കണം, എന്നിട്ട് ഓടണം. ഓട്ടുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. നിയമത്തെ നമ്മൾ പാലിക്കുകയാണ് വേണ്ടത്. നിയമം ലംഘിച്ചിട്ട് അത് പേറിയ ഒരു 100 റുപ്യ കൊടുത്താൽ പോരെ എന്ന് പറയലല്ല. ആ 100 റുപ്യ കൊടുക്കരുത്, അതാണ് അഭിമാനം. അങ്ങനെ ഒരു 100 റുപ്യ കൊടുക്കാനുള്ള വക ഉണ്ടാകരുത് എന്നുള്ളതാണ് അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിരുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് 17.5 ലക്ഷം കോടി രൂപ ചെലവഴിച്ചു. 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. 17.5 ലക്ഷം റുപ്യല്ല, 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂല ആ എമൗണ്ട്. അത്രയും പൈസ ചെലവാക്കിയിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നിട്ട് ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് ഒരെണ്ണാണ്. ഒരു കേസ് വിദേശത്തുനിന്ന് വന്ന ഒരു പെണ്ണിൻ്റെ പേരിൽ ഒരു കേസ് എടുത്തു, അത് മാത്രമാണ്. താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് 2 കേസാണ്. ഖത്തറിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ അപ്പം തന്നെ ജാമ്യത്ത് വിട്ടു. താനൂരിൽ രജിസ്റ്റർ ചെയ്ത 2 കേസിൽ അകപ്പെട്ട 2 ആളുകൾ റിമാൻഡിലാണ്, അതായത് ജയിലിലാണ്.
വിടാൻ പറ്റിയ കേസല്ല എന്നർത്ഥം. മറ്റേത് വിടാൻ പറ്റിയ കേസായിരുന്നു. ഇതാണ് നമ്മളൊരവസ്ഥ എന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമ്മളിതിൻ്റെ കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. എന്താണ് പരിഹാരം? വെള്ളിയാഴ്ച ജുമയ്ക്ക് വന്നാൽ കുട്ടികൾ തട്ടിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. എന്നാൽ ആ കുട്ടികളൊക്കെ വാപ്പുള്ളവർ തന്നെയാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉമ്മ വെറ്റതാണ്, വാപ്പണ്ടേനും, അല്ലാത്തതില്ല. ജുമ്മ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പീടി കയറിയിട്ട് എന്താ ഇപ്പം ഈ ചെറുക്കന്മാരൊക്കെ ഒരു മട്ടം, വെള്ളിയാഴ്ച വന്നുകാണ്ട് പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് കണ്ട് ഒരു വർത്തനം പറയുകയാണല്ലോ എന്ന് പറയണ ആ വാപ്പ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പെരേക്ക് ചെല്ലുമ്പോൾ ഓൻ്റെ മകനെ കാണുമ്പോൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം എന്നോ തീരും. അതിന് തയ്യാറില്ല. അങ്ങാടിയിൽ നിന്ന് അഭിപ്രായം പറയാൻ മാത്രമേ തയ്യാറുള്ളൂ. ഇതാണ് സംഗതി. പൂച്ചക്കൂടി മനസ്സിലായി ഞാൻ എന്തോ കാര്യമായിട്ടൊരു വിഷയം പറയുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക? ഈ പള്ളിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വർത്താനം പറയുന്ന കുട്ടികൾക്ക് മൊത്തത്തിൽ വാപ്പാരുണ്ട്. മിക്കവാറും നാട്ടിൽ തന്നെ ഉണ്ടാവും, വിദേശത്തൊന്നുമല്ല. ഓൽക്ക് ആ ഉച്ചക്ക് കുട്ടി ചോറ് കഴിക്കാൻ വരുമ്പോൾ അതൊക്കെ ഞാൻ പറയുമ്പോൾ ചെറുപ്പക്കാരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമായിട്ടുള്ളത്, മോശപ്പെട്ട അഭിപ്രായക്കാരനല്ല ഞാൻ. യുവാക്കളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു വരാന്നേ ഉള്ളൂ. ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ആ കുട്ടി പെരേക്ക് വരും, ബാപ്പാൻ്റെ അടുത്തേക്ക് വരും. അപ്പം ഡൈനിങ് ഹാളിൽ ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചോറ് കഴിക്കുമ്പോൾ, ചോറ് വേയിക്കണം, അത് വേറെ കാര്യം, അങ്ങനെയാണ് ചോറ് വേയിക്കേണ്ടത്. അങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഒന്ന് അവനാൻ്റെ മക്കളോട് ചോദിച്ചാൽ മതിയടാ മോനെ, ഇന്ന് വെള്ളിയാഴ്ച പള്ളിക്കല മേലെന്ന് വല്ലാതെ വർത്താനം കേട്ടിരുന്നു, വാപ്പാൻ്റെ കുട്ടി അതിലില്ലല്ലോ എന്നൊന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത വെള്ളിയാഴ്ച ഓൻ അതിൽ നിൽക്കൂല. പക്ഷെ ഒരു വാപ്പിയും ചോദിക്കാൻ തയ്യാറില്ല. ഓൻ ശനിയാഴ്ച അങ്ങാടിയിൽ വന്നിട്ട് വേണമെങ്കിൽ പറയും എന്താണ് ഇപ്പോൾ ഇവിടെ ജുമയ്ക്ക് വന്നാൽ എന്ന് പറഞ്ഞാണ്ട് 4 ഡയലോഗ് അടിക്കും. അതുകൊണ്ടൊരു കാര്യമില്ല. പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലല്ലോ. 50 കോടി രൂപയുടെ മദ്യമാണ് ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് കേരളത്തിൽ വിൽപ്പന നടത്തിയത്. സാധാരണ 30 കോടിയുടെ കച്ചവടം ഉണ്ടാകുക. ന്യൂ ഇയറിൻ്റെ അന്ന് 50 കോടി റുപ്യൻ്റെ കച്ചവടം കേരളത്തിലുണ്ടായി എന്നാണ് പത്രത്തിൽ വന്ന കണക്ക് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. സംഗതി അമ്മക്ക് നമ്മളെ കുട്ടി വലുത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ആവേണ്ടതും. നമ്മളെ കുട്ടി അമ്മക്ക് ഒരിക്കലും മോശമാകരുത്. അവനാൻ്റെ മക്കളെ പറ്റി അവനാന് മോശപ്പെട്ട അഭിപ്രായവും ഉണ്ടാകരുത്. അതൊക്കെ ശരിയാണ്. പക്ഷെ ശ്രദ്ധ എന്തായാലും വേണമല്ലോ. അത്യപരസ്ഥാൻ്റെ അടുത്ത് ആരെങ്കിലും കുട്ടികളേറ്റ് വന്നിട്ട് ഇവൻ തീരെ പഠിക്കൂല എന്ന് പറഞ്ഞാൽ അപ്പം ചീത്ത അറിയും. അവനാൻ്റെ മക്കളെ പറ്റി അവനാനെ നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ ആർക്കും ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ഇവൻ ഒന്നും കൂടി ഉഷാറാകാൻ വേണ്ടി ഉസ്താദ് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മോശമാണെന്ന് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അവൻ്റെ മക്കളെ പറ്റിയിട്ടും അവനാൻ്റെ ആൾക്കാരെ പറ്റിയിട്ടും അവനാന് മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊരു ശരിയാണ്. പക്ഷെ അത് കരുതിയിട്ട് ശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല എന്ന് അർത്ഥമില്ല. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെയും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെയും പ്രത്യേകത, ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശവും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്നാണ് ഉണ്ടായിരിക്കുക. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം ആക്കത്തിനെ കിട്ടുള്ളൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്താദ്യമായി മുശ്രിക്കുകൾ ഉണ്ടായത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ലോകത്ത്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം സയ്യിദുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അംബിയാക്കളുടെ നേതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സത്യത്തിൽ അംബിയാക്കളുടെ നേതാവ് അബുൽ ബഷറായ ആദം നബി അലൈഹി ഇസ്ലാമാണ് ആകേണ്ടിയിരുന്നത്. പക്ഷെ ആ പേര് കിട്ടിയത് നൂഹ് നബിക്കാണ്. അതിൻ്റെ കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്ത് ആദ്യമായി മുശ്രിക്കുകൾ ഉണ്ടായത്. 950 കൊല്ലം ഓലോട് ഷിർക്കിൽ നിന്ന് മടങ്ങണമെന്ന് പറഞ്ഞിട്ട് 100-ൽ താഴെ ആളുകളാണ് മടങ്ങിയത്. എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായില്ല? വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരൻ കുട്ടി ജുമയ്ക്ക് ചെന്നപ്പോൾ ലേശം നേരം വൈകിയിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇന്ന് മേലേക്ക് കയറാനാവില്ല എന്ന് കരുതിങ്ങാണ്ട് പുറത്തെ പള്ളിയിലിരുന്നു. ഏതായാലും ഇപ്പം ഞാൻ അവിടെ ഇരുന്ന സ്ഥിതിക്ക് ദുആ കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ട് ഓൻ അവിടെ ഇരുന്നു.
ദുആ കഴിഞ്ഞപ്പോൾ ഏതായാലും കുറേ പരിചയക്കാരൊക്കെ കാണാണ്ട് ഓൽക്കൊന്ന് കയ്യൊടുക്കാന്ന് തീരുമാനിച്ച് കയ്യും കൊടുത്തു. അപ്പോൾ വാപ്പാക്ക് തോന്നി ചെറുക്കൻ നന്നായിട്ടുണ്ട്. കാരണം ഓൻ ഈ വെള്ളിയാഴ്ച താഴെയാണ് ഇരുന്നത്, വർത്താനം പറഞ്ഞിട്ടില്ല, ദുആ കഴിഞ്ഞിട്ടാണ് പോണത്, എല്ലാവർക്കും കയ്യൊടുത്തിട്ടാണ് പോണത്. ചെറുക്കൻ നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ട. കാരണം ഇലാഹിയായ പ്രവർത്തനങ്ങളുടെ രസം അത്ര വേഗം കിട്ടൂല. അതേ സമയത്ത് ഒരു കൊല്ലം പൂരത്തിന് പോയാൽ എഴുതി വെച്ചോളി, അടുത്ത കൊല്ലം ഓർമ്മപ്പെടുത്തും കൂടി വേണ്ടി വരില്ല, ഓൻ പൊയ്ക്കോളും. ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗമാണ്, ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശമാണ്. അതുകൊണ്ട് ഒരുക്ക വയതിന് പോയി എന്ന് എഴുതിയിട്ടോ എന്നും വയതിന് പോകുമൊന്നുമില്ല. ഒരിക്കങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കയ്യെട്ടിങ്ങാണ്ട് സാലിം വൈസിൻ്റെ പ്രസംഗം കേട്ടു എന്ന് എഴുതിയിട്ട് എന്നും കേൾക്കൊന്നുമില്ല. അങ്ങനെ വേറെ എന്താ കയ്യെട്ടണം, പിന്നെ എപ്പോഴും ഇതേമാതിരി കയ്യെട്ടണം. അങ്ങനെയാണ്. ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശമാണ്. എന്നാൽ ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗങ്ങളിലേക്ക് ആളുകൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തമാശക്ക് ഒരിക്കൽ ജുമക്ക് പോയി എന്നെഴുതിയിട്ട് പോയെന്നും പോവില്ല. തമാശക്ക് ഒരു ദിവസം ദൂരം നിക്കരിച്ചു എന്നെഴുതിയിട്ട് പോയെന്നും നിക്കരിച്ചൂല. അതേ സമയത്ത് തമാശക്ക് ഒരിക്കൽ കഞ്ചാവ് വലിച്ചാവോ എപ്പോഴും വലിക്കും. കാരണം അത് ശൈത്താനിയായ പ്രവർത്തനമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് മ്ലേച്ഛമായതും പൈശാചികമായ പ്രവർത്തനങ്ങളിൽ പെട്ടതുമാകുന്നു എന്ന് ഖുർആൻ നസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ രസം വേഗത്തിൽ കിട്ടും. അതുകൊണ്ട് യുവസമൂഹത്തോട്, പുതിയ തലമുറയോട് നമ്മൾ പറയുന്നത്, തമാശക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കരുത്, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. കാരണം അത് തമാശക്ക് ഉപയോഗിച്ചാൽ തന്നെ പിടികൂടുന്നതാണ്. കാരണം അത് ശൈത്താനിയത്താണ്. ശൈത്താനിയത്ത് വേഗം പിടിക്കും, ഇലാഹിയത്ത് സാവകാശേ പിടിക്കുള്ളൂ. 1000 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ട് 100-ൽ താഴെ ആളുകളാണ് ഇലാഹിയത്തിലേക്ക് മടങ്ങിയത്. ബാക്കിയുള്ളവരൊക്കെ ശൈത്താനിയത്തിൽ ഉറച്ചു നിന്നു. ഇനി മക്കത്ത് നോക്കിയാലോ അങ്ങനെ തന്നെയാണ്.